അമ്മ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ഹർഷ തന്നെ. അമ്മ ജയിലിൽ പോയപ്പോ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിന്ന് ഹർഷയെ നമ്മൾ ജയിലിലേക്ക് അയക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കാൻ അവളുടെ സഹായം തന്നെ നമ്മൾ തേടുകയും ചെയ്തു. ഇനിയിപ്പോ ഹർഷയെ കുറ്റപ്പെടുത്താൻ നമുക്ക് വോയിസ് ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് അവളുടെ പിടിയിന്ന് അമ്മയെ മോചിപ്പിക്കാൻ പറ്റിയ അത്രയും നല്ലതെന്ന് വിചാരിക്കാനേ പറ്റൂ. സുശീലാന്റെ അച്ഛനെ കാണാൻ വന്നത് തനിച്ച. ഹർഷയൊന്നപ്പോ കൂടെ ഉണ്ടായിരുന്നില്ല. കൂടെ ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും സുശീലയ്ക്ക് ആരുടെയൊക്കെയോ പിൻബലം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ഹർഷയാണെന്നുണ്ടെങ്കിൽ അതത്ര നല്ല ബന്ധമല്ല. അവരുടെ കൂട്ടുകെട്ട് എത്രയും വേഗം അവസാനിപ്പിക്കണം എന്തിനാ? അതൊന്നും അത്ര വേഗം അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മാഷെ. അമ്മ സ്വന്തം ഇഷ്ടത്തിന് അവിടെ പോയി നിന്നാ നമുക്കാർക്കും ബലമായി അവിടെ നിന്ന് അമ്മയെ ഇറക്കിക്കൊണ്ട് വരാനും പറ്റില്ല. എന്റെ അഭിപ്രായം, ഇനി അമ്മ ഇങ്ങോട്ട് വന്നാ ഈ വീട്ടിൽ കയറ്റരുതെന്നാ. ഹർഷ എത്ര കാലം അമ്മയെ സംരക്ഷിക്കും? എന്തിനൊരു പരിധിയില്ലേ? അമ്മയെ നമ്മൾ ഈ വീട്ടിൽ കയറ്റാതിരുന്ന ഹർഷയും താമസിയാതെ അമ്മയെ കൈയൊഴിയും. പക്ഷേ ഈ വീട്ടിൽ അമ്മയെ കയറ്റില്ലെന്ന് പറയാൻ നമുക്ക് എന്താ അവകാശം? എടാ, അത് അമ്മയുടെ പേരിലുള്ള വീടാ. ഇവിടുന്ന് നമ്മളായിരിക്കും ഇറങ്ങിപ്പോണ്ടി വരുന്നത്. വീട് അമ്മയുടെ പേരിലാണെങ്കിലും മക്കളെ ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇന്ദ്രേട്ടനെ അധ്വാനിച്ചുണ്ടാക്കിയ വീടല്ലേ. ആദ്യം അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വന്നില്ലെങ്കിൽ അമ്മയെ കണ്ടില്ലെന്ന് പറഞ്ഞ് പോലീസിൽ ഒരു പരാതി കൊടുക്കണം. പോലീസിനെ ഉപയോഗിച്ച് അമ്മ എവിടെ എത്തിക്കണം. അതൊന്നും അത്ര എളുപ്പമല്ലാനോ. നമ്മൾ മനസ്സിൽ കാണുന്നത് സുശീല മാനത്ത് കാണും. അവൾ ഇനി ചെയ്യാൻ പോകുന്നത് തന്നെ മക്കളും മരുമക്കളും ചേർന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് നാട് മുഴുവനും പറഞ്ഞു നടക്കലാവും. എല്ലാവരും അത് വിശ്വസിക്കണമെന്നൊന്നുമില്ല. പക്ഷെ ചിലരെങ്കിലും അത് വിശ്വസിക്കും. അല്ലെങ്കിൽ വിശ്വസിച്ചെന്ന് വരുത്തി നിങ്ങളെ വിമർശിക്കും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ഒരു കാരണം കാത്തിരിക്കുന്നവരാണ് ചുറ്റും. ഇത്രയും കാലം അമ്മയെ അനുസരിച്ച് ജീവിച്ച മക്കൾക്ക് നാളെ അമ്മയെ ഉപേക്ഷിച്ച മക്കൾ എന്നുള്ള പേര് വരരുത്. എനിക്ക് അത്രയേ ഉള്ളൂ. പിന്നെ ബലപ്രയോഗത്തിലൂടെ സുശീലയെ കീഴ്പ്പെടുത്താനായിട്ട് നോക്കണ്ട. വിട്ടുവീഴ്ച കൊണ്ടേ അവരെ തിരിച്ചെത്തിക്കാൻ പറ്റൂ. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. വാ മോളെ, പോവാം. ചേച്ചി, പോയിട്ട് വരാം. ഞാനും അച്ഛൻ്റെ കൂടെ പഞ്ചരത്നത്തിലേക്ക് പോവാ. വീട്ടില് ബാനുവമ്മേ ഉള്ളൂ. ചേച്ചി ഒന്ന് ശ്രദ്ധിക്കണേ. ശരി, വാ മോളെ. പോയിട്ട് വരാം.